ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി കെയർ. ഞാനിന്നൊരു വെറൈറ്റി ഫേസ് പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു പക്ഷേ വെറൈറ്റി ആവണമെന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതായത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുള്ള ചെമ്പരത്തി പൂവ് കൊണ്ടുള്ളൊരു ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 5 ഇതളുള്ള ചെമ്പരത്തി പൂവാണ് വേണ്ടത്. നമ്മൾ സാധാരണ ചെമ്പരത്തിപ്പൂവ് മുടിക്ക് എണ്ണ കാച്ചാനും ഹെയർ പാക്കൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇതൊരു ഫേസ് പാക്കായി ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് ലഭിച്ചത്. അപ്പോൾ ഇത് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. 6 എണ്ണം ഉണ്ട് ഇതിൽ. നമ്മുടെ ഫേസിന് വേണ്ടത് എടുത്താൽ മതി. ഇതിൻ്റെ നടുവിലെ ഈ ഭാഗം കളയണം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിലായാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിത് കല്ലിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കല്ലിൽ നന്നായി പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവ്. അരിക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ ഇതിൽ വെള്ളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടലപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഇതില്ലെങ്കിൽ അരിപ്പൊടിയോ പയറുപൊടിയോ ചേർത്താലും മതി. ഞാൻ 1 സ്പൂൺ കടലപ്പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ തൈരാണ് ചേർക്കാൻ പോകുന്നത്. അതായത് നല്ല കട്ട തൈരാണ് ചേർക്കാൻ പോകുന്നത്. തൈരിന് പകരം വേണമെങ്കിൽ പാലോ അല്ലെങ്കിൽ തേനോ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ തൈരിന് പകരം റോസ് വാട്ടറോ തേനോ യൂസ് ചെയ്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടാണ് ഇത് ലഭിക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം. 20-25 മിനിറ്റ് വെച്ച ശേഷം കഴുകിക്കളയാം. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്തു വന്നാൽ മതി. ഇത് സ്കിന്നൊന്ന് ടൈറ്റ് ആവാനും പ്രായമാവുന്നതിന് മുൻപ് വരുന്ന ചുളിവുകൾ നിയന്ത്രിക്കുവാനും സഹായിക്കും. ഫേസ് ഒന്ന് സ്മൂത്ത് ആവാനും ഗ്ലോ ആവാനുമൊക്കെ ഈ പാക്ക് സഹായിക്കും. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.